പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ 11-ാം വാർഡിലെ നികത്തിൽ സാജിത്തിന്റെ മകൻ അഥർവിന് അപൂർവ രോഗമാണ്. അതിന്റെ ചികിത്സയ്ക്ക് 15 കോടി രൂപ ചിലവാകും. അതിനുവേണ്ടി ആവശ്യമായ തുക സ്വരൂപിക്കുന്നതിന് വേണ്ടി ജൂലൈ 8-ാം തീയതി പള്ളിപ്പുറം സഹകരണ ബാങ്ക് ഹാളിൽ ജനകീയ സമിതി രൂപീകരിച്ചു. സത്യപ്രതിഷ്ഠമായിട്ട് എല്ലാ കാര്യങ്ങളോട് സംസാരിച്ചു. ഞാൻ 2 ദിവസം മുമ്പാണ്
വീഡിയോയിലൂടെ ആണെങ്കിലും എല്ലാം സജിത്ത് തരുമെന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ അസുഖമുണ്ടെന്നുള്ള കാര്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. ഞാൻ അപ്പം തന്നെ സജിത്തിനെ വിളിച്ച് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ സജിത്ത് പറഞ്ഞു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്ക് ഈ ജൂലൈ മാസം 20-ാം തീയതി വരുമ്പോൾ 2 വയസ്സാകും. എൻ്റെ വീട്ടിലും അതേ പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നിയെങ്കിലും നമ്മളൊരു വ്യക്തി വിചാരിച്ചാലോ ഈ പള്ളിപ്പുറം പഞ്ചായത്ത് വിചാരിച്ചാലോ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ഒരു സമൂഹം നമ്മളെല്ലാവരും കൂട്ടായി നിന്നാൽ ഇത് എത്രയും പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ മർച്ചൻസിൻ്റെ പ്രതിനിധിയായിട്ടാണ് വന്നേക്കണമെങ്കിലും വ്യക്തിപരമായിട്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കുഞ്ഞതറ് നമ്മളെല്ലാവരും മക്കളായി തന്നെ കണ്ടുകൊണ്ട് ഇവിടെ ഇപ്പം നമ്മൾ ജനകീയ കൂട്ടായ്മ രൂപീകരിക്കപ്പെടുമ്പോഴും ആ കൂട്ടായ്മക്ക് മാത്രമല്ല ഉത്തരവാദിത്വം നമ്മളിൽ എത്തിക്കാവുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും. നമ്മൾ ഓരോ വ്യക്തിക്കും എന്തെല്ലാം ചെയ്യാൻ കഴിയും. അവർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പം അവരുടെ പല ബന്ധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരു ജാതി മത രാഷ്ട്രീയ ഭേദമായി നല്ല ഒറ്റക്കെട്ടായിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ നമ്മുടെ കുഞ്ഞാകും നമ്മുടെ നല്ല 2 വയസ്സിൽ എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങൾ ഈ പ്രായത്തിൽ നടക്കുന്നത് അതേപോലെയുള്ള കുട്ടിയായിട്ട് നമുക്ക് മാറ്റിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് തന്നെ ഒന്നിച്ച് നമുക്ക് ഇറങ്ങാമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. ശർമ്മ ഷൈനി ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് ചെയർമാനായിട്ട് രമണിയായിട്ടും ജനറൽ കൺവീനറായിട്ട് ടോമിയാണ് എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വൈസ് ചെയർമാന്മാരും ജോയിൻറ്റ് കൺവീനർമാരും ഒരു എക്സിക്യൂട്ടീവ് ജനറൽ കമ്മിറ്റികൾ നമുക്ക് വൈപ്പിൻകരയിലെ മുഴുവൻ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തും. വൈസ് ചെയർമാന്മാരുടെ ജോഷിമാഷ്, സോയിരാജി, CPയുടെ ബാബു, കോൺഗ്രസ് എസിൻ്റെ കരേഷ്, BJPയുടെ ശ്രീജിത്ത്, KR ഭാഷു, തോമസ് കാക്കപ്പള്ളി, പള്ളിപ്പുറം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ മുഴുവനും പ്രതിപക്ഷ നേതാവ് വൈസ് പ്രസിഡന്റ് ഗവൺമെൻറ്റുമാരുടെ ജയൻ, PK, രാജേഷ് ചിദംബരം, OJ ആന്റണി, CR സുനിധി, KS വിനോദ്, സേതുലാൽ, ED, KS സജീഷ്, TB സജീവൻ, ഖജാൻജിയായിട്ട് അബ്രഹാം. സഹായത്തിന് വേണ്ടി നമ്മളൊരു കമ്പനി ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ആരെങ്കിലും പ്രാധാന്യം വേണം. അപ്പോൾ അതുകൊണ്ട് പ്രമോദ് ഇനി ആരെങ്കിലും എന്തെങ്കിലും നിർദ്ദേശിച്ചാൽ നമുക്ക് ഇവിടെ ചേർക്കാവുന്നതാണ്, ചേർക്കാവുന്നതാണ്. വളരെ ഗൗരവവും പ്രാധാന്യമേറിയ ഒരു പ്രവർത്തനത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചെറായിൽ നമുക്കെല്ലാം അറിയാവുന്ന ഒരു വീട്ടിൽ വളരെ ഗൗരവമായ അസുഖം ജനിക്കുകയും അതിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഓരോരുത്തരും അതിൽ പങ്കുചേരേണ്ടത് മനുഷ്യത്വം വിശേഷിക്കുന്ന എല്ലാം കടമ തന്നെയാണ്. സ്വാഭാവികമായും ഇത്ര വലിയ തുക എങ്ങനെ സംഭരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആശങ്ക ആർക്കുണ്ടെങ്കിൽ അതും ശരിയാണ്. പക്ഷെ നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ധൈര്യവും ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. മനുഷ്യരെല്ലാവരും തന്നെ നല്ല ആളുകളാണ്, ആളുകളോട് സഹതാപമുള്ളവരാണ്. അവരുടെ കഴിവനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരാണ് മനുഷ്യരാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ വളരെ കൂട്ടായ ഒരു ശ്രമത്തിൻ്റെ കൂടെ ഇത് നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ വലിയ സംശയം തോന്നേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ നമുക്ക് മെസ്സേജ് അറിഞ്ഞിട്ടുള്ളൂ. ഈ കൂടിയിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ചെറിയ ആളുകൾ കൊണ്ട് മാത്രം നിൽക്കാവുന്നതല്ലെന്ന് നമുക്കറിയാം.
അതുകൊണ്ട് സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒരു തലത്തിലേക്ക്, അത് എല്ലാ തലത്തിലേക്കും, അത് പുറത്തുള്ള ആളുകളാണെങ്കിലും അങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തിക്കാവുന്ന വളരെ തീവ്രമായ ശ്രമം നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു. അതിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഒരു കൂടിയിട്ടിട്ട് ഇതിനുശേഷം കമ്മിറ്റി കൂടിയിട്ട് ഒരു കർമ്മ പദ്ധതി രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയെല്ലാം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാം, ഇത് നടപ്പിലാക്കാം. നമുക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കേണ്ടി വരും, അക്കൗണ്ടുകൾ ചേരേണ്ടി വരും, അതുപോലെ UPA അക്കൗണ്ട് വരെ ഉണ്ടാക്കേണ്ടി വരും. മറ്റ് ആളുകളുടെ സഹായത്താൽ പോയി ആളുകൾ സംഘടിപ്പിക്കുക. മറ്റേ ചില ബ്ലോഗർമാരൊക്കെ ഉണ്ട്, ഈ രംഗത്തെ കുറച്ച് കൂടുതൽ പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനൊരു രൂപരേഖ സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടിയിട്ടുണ്ടാക്കാം. അതിന് കമ്മിറ്റി കൂടിയിട്ട് കുറച്ചിട്ട് രൂപരേഖ ഉണ്ടാക്കാം. നമ്മുടെ കമ്മിറ്റി ഇനിയും ആളുകളെ ഓപ്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പറയുന്നതിന് പ്രയാസമില്ല. നമ്മുടെ BJPയുടെ കുറിച്ചുള്ളവർ ഗിരീഷ് അതുപോലെ തന്നെ പുരുഷോത്തവരെയും കൂട്ടിച്ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടത് അത് നമ്മൾ സാധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും വിവിധ ഭാഗങ്ങൾ ആരെങ്കിലും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒരു മടിയുമില്ല, അതിലൊരു രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതങ്ങളൊന്നുമില്ല. ഈ കൊച്ചു മാത്രമാണ് മുന്നിൽ. കൊച്ചിയുടെ കുട്ടിയുടെ അദ്വൈതിൻ്റെ മുഖം മാത്രമുള്ള മനസ്സിലാവും. അത്തരത്തിലൊരു ഉത്തരവ് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും അങ്ങനെ പറയുന്ന കാര്യമില്ല. കാരണം ആരും അറിഞ്ഞറിഞ്ഞുകൊണ്ട് നടത്തട്ടെ. നമ്മുടെ ഒരു കല്യാണത്തിന് വിളിച്ച പോലെ, റിസപ്ഷൻ വിളിച്ച പോലെ അതുപോലെ ഒന്നുമല്ല. എന്നിരുന്നാലും ഈ വന്ന ആ സന്യാസിന് വരാനുള്ള സമയം കണ്ടിട്ട് ഇവിടെ പങ്കുചേർക്കാൻ ചേർന്ന എല്ലാവരുടെയും നല്ല മനസ്സിൻ്റെ മുന്നിൽ തലകുറിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി.